പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം വാക്കുകളിലൂടെ പറയണതല്ല, അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതാണ്. അവിടെയാണ് ഭഗവാൻ വസിക്കുന്നത്. നമുക്കെന്നൊരു ചെറിയ കഥയിലൂടെ അത് നോക്കാം എന്താണെന്ന്. ഒരു ഗ്രാമത്തിൽ ചെറിയ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിത്യസന്ദർശകയായിരുന്നു അവിടെയുള്ള ജാനകിയമ്മ. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ ശരീരത്തെ തളർത്തിയെങ്കിലും അവരുടെ മനസ്സിൽ മുഴുവനും ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു. വലിയ വഴിപാടുകൾ നടത്താനോ ഭഗവാന് പട്ടും വളയും സമർപ്പിക്കാനോ ഉള്ള സാമ്പത്തികമൊന്നും ആ പാവം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് വീട്ടുവളപ്പിലുള്ള ഒരു തുളസിത്തറയും അതിൽ നിന്ന് രാവിലെ ഭഗവാനായിട്ട് പറിക്കണ കുറച്ച് തുളസി കതിരുകളുമായിരുന്നു. ഇങ്ങനെ മറ്റു ഭക്തർ സ്വർണവും പണവും ഭണ്ഡാരത്തിൽ സമർപ്പിക്കുമ്പോൾ ജാനകിയമ്മ തൻ്റെ കയ്യിൽ എല്ലാ തുളസിക്കതിരുമായിട്ട് ശ്രീകോവിലിന് മുന്നിൽ വന്ന് നിൽക്കും. എന്നിട്ട് പറയുകയും ചെയ്യും ഭഗവാനോട്, എൻ്റെ കണ്ണ, എനിക്ക് നിനക്ക് തരാൻ ഈ തുളസിക്കതിരുകൾ മാത്രമേ ഉള്ളൂ, എൻ്റെ സ്നേഹം നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് ഭഗവാനോട് വെച്ചു കൊടുക്കും. ഇതായിരുന്നു അവരുടെ സ്ഥിരമുള്ള പ്രാർത്ഥന. അങ്ങനെ ഇരിക്കെ ഒരു വിശേഷ ദിവസം അമ്പലത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വലിയ വഴിപാടുകളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. തിരക്കിനിടയിലൂടെ കഷ്ടപ്പെട്ട് ശ്രീകോവിലിന് മുന്നിലെത്തിയ ജാനകിയമ്മ ഇങ്ങനെ കണ്ണുകളടച്ച് തൻ്റെ കയ്യിലെ തുളസിക്കതിരുകൾ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ച് ഭഗവാന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഭഗവാന് വെച്ചു. അവിടെ കണ്ണുകളിൽ നിന്നിങ്ങനെ ഭക്തിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആ ക്ഷേത്രമുറ്റത്ത് എങ്ങുന്നോ ഇല്ലാത്ത ഒരു ചന്ദനത്തിൻ്റെ സുഗന്ധം പരന്നു. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും കണ്ണുകൾ അടച്ചു നിന്ന ജാനകിയമ്മയുടെ ഉള്ളം ആ ഗന്ധം തിരിച്ചറിഞ്ഞു. അവരുടെ കയ്യിലുണ്ടായിരുന്ന തുളസിക്കതികളിൽ നിന്നും ഒരു സുവർണ ധൂപം ഉയർന്നു തുടങ്ങി. ആ പൂവച്ചുരുളുകൾ സാവധാനം കാർമുകിൽ വർണ്ണനായ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ രൂപം പ്രാപിച്ചു. മയിൽപ്പീലി ചൂടി ഓടക്കുഴലൂതി തൻ്റെ സ്ഥിരം കുസൃതി ചിരിയോടെ സാക്ഷാൽ കണ്ണൻ ആ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണക്കിരീടങ്ങളെക്കാളും വലിയ വഴിപാടുകളെക്കാളും ഭഗവാൻ കൊതിക്കണത് തൻ്റെ ഭക്തരുടെ കളങ്കമില്ലാത്ത സ്നേഹവും സമർപ്പണവുമാണെന്ന് ആ പുഞ്ചിരി വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാനകിയമ്മയുടെ കണ്ണീര് ആനന്ദ കണ്ണീരായിട്ട് മാറി അവരുടെ ജന്മം സഫലമായി.